അപ്പോൾ എങ്ങനെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ, രാവിലത്തെ അല്ല ഉച്ചപരിപാടിക്കുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ട് പരിപാടിയാക്കാമെന്ന് കരുതി. മറ്റേ സ്കൂളും ചോറും കൂട്ടാനൊക്കെ കൊടുത്തയക്കലും അങ്ങനെയൊക്കെ കൂടി ആകുമ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നേരെ വൈകിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി ചോറും മീൻ പൊരിച്ചതും അച്ചാറും അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ടോ. കുക്കറിലുള്ളത് തക്കാളി ചോറ് ഉണ്ടാക്കിയതാണ്, കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. 2 എണ്ണക്കുപ്പി കാണിക്കണോണ്ട് ഒന്നും വിചാരിക്കരുത്, അത് വലിയ കുപ്പിയിൽ നിന്ന് എണ്ണ എടുത്ത് ചെറിയ കുപ്പിയിൽ നിന്ന് എണ്ണ എടുക്കാത്തത് കട്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ അത് രാത്രിയൊക്കെ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആയിഷു വന്നിട്ടുണ്ട്. അവളോട് ഞാൻ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട്, ചോറ് വേണോ കഞ്ഞി വേണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്നും പറയുന്നുണ്ട്, പറ്റാത്തതൊക്കെ ആണെങ്കിൽ വേണ്ടാന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടാന്നും പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ. പിന്നെന്താ, അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞ് ഓല് രണ്ടാളും കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബാറ്റും ബോളൊക്കെ എടുത്ത് ഓല് രണ്ടാളും കളിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് രാവിലത്തെ പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ വൃത്തിയാക്കിയതും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കട്ടെ എന്ന് കരുതിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴുകി നന്നാക്കണതിൻ്റെ ഇടയിൽ കൂടെ ആളിവിടെ എൻ്റെ മോന് അവിടെ അങ്ങനെ കയറി നിൽക്കുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഓനോട് കഴിയണമെങ്കിൽ ഓൻ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഓൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യിപ്പിക്കണമെന്നല്ല കേട്ടോ. പിന്നെ അതാ ഓന് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഞാൻ കഴുകും, ഓന് അങ്ങനെ എടുത്ത് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, ചോറും മീനൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ചോറിൽ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഇതാണ് ഞങ്ങളെ തക്കാളിച്ചോറ്. അപ്പോൾ അത് മക്കൾക്കൊക്കെ ഇത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ മന്തി ബിരിയാണി അതൊക്കെ കഴിക്കണേലേറെയൊക്കെ വെറും ചോറൊക്കെ തിന്നണേലേറെ ഇഷ്ടം ഓൽക്ക് ഇതാണ് കേട്ടോ. ഇന്ന് തക്കാളി ചോറിൽ പൊതുവേ ഞങ്ങൾ ചിക്കനൊക്കെ ഇടലുണ്ട്. ചിക്കൻ ഉണ്ടാവുമ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ വെക്കലുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കനൊന്നുമില്ല, അതുകൊണ്ടാണ് മീൻ പൊരിച്ചത് കേട്ടോ. അപ്പോൾ വെറും ചോറും പിന്നെന്താ പറയുക മീൻ പൊരിച്ചതും അങ്ങനെ ആക്കാമെന്ന് കരുതി. പിന്നെ കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് അടുപ്പും വീതനയൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടിരുന്നു കേട്ടോ, അതൊന്ന് നോക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തുടക്കലും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ മോള് തലയിൽ എണ്ണ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. കുളിക്കാൻ വേണ്ടി പോകാനാണ് കരയുന്നത്. അപ്പോൾ കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവന് ടാറ്റ കൊടുക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ചില കളികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒക്കെ കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് പിന്നെയാണ്. അപ്പോൾ കെറ്റിലൊക്കെ വെള്ളം വെച്ച് കഞ്ഞീൻ്റെ അരിയൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി നിന്നപ്പോൾ പൈപ്പിൽ വെള്ളമില്ല, ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോട്ടറൊക്കെ ഇട്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് പെട്ടെന്ന് വേഗം വെള്ളം എടുത്തിരുന്ന് കഴുകുകയാണ് കേട്ടോ. 2-3 പ്രാവശ്യം എനിക്ക് കഴുകി ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. കെറ്റിലിൽ വെള്ളം വെച്ചുകൊണ്ട് അതതിക്ക് പാർന്ന് കൊടുക്കും, എന്നിട്ട് അങ്ങനെ സ്റ്റൗമ്മൊക്കെ വെക്കലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കഞ്ഞി റെഡിയായി കിട്ടും. ഇവിടെയൊക്കെ എൻ്റെതൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് അതിക്കോട്ട് പാർന്നിട്ട് അതിങ്ങനെ സ്റ്റൗമ്മ വെക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ആൾ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആൾ ബാത്റൂമിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് മക്കളവിടുന്ന്. അത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാണ്ട് കഞ്ഞിയൊക്കെ നോക്കി വാഷിംഗ് മെഷീൻ്റെ അടുത്തൊക്കെ നോക്കിയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ കുളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അവൾക്ക് രാത്രി വേണം കുളിക്കുക. കുളിപ്പിക്കാതെ ഉറങ്ങൂല. അഥവാ കുളിപ്പിക്കാതെ ഒന്ന് കിടത്തി ഉറക്കം ഉറങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം കണക്കാണ്. നേരെ ഉറക്കണ വരെ പിന്നെ ഉറങ്ങൂല. അപ്പം ഞാൻ എന്താ കേട്ടോ രാത്രി ഒന്ന് നല്ലോണം മേലെ കൊടുക്കും. ചില ദിവസങ്ങൾ തലനച്ച് കുളിപ്പിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുളി കഴിഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ട്. അതാണ് മെയിൻ. ഭയങ്കര ഇടങ്ങേറാണ്. എന്തേലും മാറ്റി ഇങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കരച്ചിലുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ കരച്ചിലാണത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നമുക്കിതാ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോന്ന കേട്ടോ. അപ്പോൾ അവിടെ കഞ്ഞി വെന്തിട്ടുണ്ട്. ഇതാ നല്ലോണം വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമുക്കൊക്കെ കഞ്ഞി എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കുന്ന പരിപാടിയിലാണ്. നല്ല ചൂടല്ലേ, അപ്പോൾ ഒക്കെ ചൂടാറ്റി ഓള് കഞ്ഞി കുടിക്കാൻ വേണ്ടി കസാലയിലൊക്കെ ഇരുത്തിയേക്കാണ് കേട്ടോ. ഇവലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പുസ്തകവും സ്ലേറ്റും പെൻസിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കൊടുത്തിട്ടാണ് കഞ്ഞിയൊക്കെ കൊടുക്കുക, ഭക്ഷണമൊക്കെ കൊടുക്കൽ കേട്ടോ. കസാലയിലൊക്കെ ഇരുത്തിയിട്ട് മോനുണ്ടെങ്കിൽ ആരെ കളിപ്പിക്കാനൊക്കെ. മോള് പിന്നെ മദ്രസയിലെ എക്സാമൊക്കെ തുടങ്ങല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി വിട്ടിക്കുക കേട്ടോ മോളെ. അതാണ് ഓളെ ഈ വീഡിയോയിലൊന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഇതാ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓല രണ്ടാളും അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇനി ഇത് വാഷിംഗ് മെഷീനിൽ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ഒരുപാടായിട്ടുണ്ട്, 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം ഉണക്കിയാണ്ട് വെയിലത്തിട്ടാൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്ന് എഴുതിട്ടോ. അപ്പോൾ ഇതാ ഒക്കെ തോരട്ട് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓളെ കളിപ്പിക്കാൻ കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓൻ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓലെ കളിയും എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ചാൻ വേണ്ടി നിന്ന് ഞാനും മോളും ഒക്കെ നിസ്കരിച്ച് അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഉമ്മ ഫോൺ വിളിച്ചത്. അപ്പോൾ ഉമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് നല്ല കരച്ചിലേന് മോള്. അപ്പോൾ ഓളെ പാലെടുത്ത് ഉറക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ചോറും കൂട്ടാനും. കൂടുതൽ ചോറൊന്നും എടുത്തില്ല കേട്ടോ. ചൂടായതുകൊണ്ട് പരത്തി വെച്ചതാണ്, അതാണ് തോനെയുള്ളമായി തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉമ്മാൻ്റെ അച്ചാറാണ്, ഉമ്മ ഉണ്ടാക്കി കൊടുത്തേച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ ബൈ.